Excited to see another world wonder. 2000 വർഷങ്ങൾ കൊണ്ട് 8 ലക്ഷത്തോളം ആളുകൾ പണിത 21,196 കിലോമീറ്ററുള്ള ലോകത്തിലെ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ചൈന വൻമതിലിന് മുമ്പിലാണ് ഞാനുള്ളത്. വെൽക്കം ടു ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. താജ്മഹൽ ഇന്ത്യയിൽ കണ്ടു, ജോർദാനിലെ പെട്ര കണ്ടു. ലോകാത്ഭുതങ്ങളിൽ ഏതിൽ ഞാൻ 2 കവർ ചെയ്തിട്ട് 3-ാമത്തതാണ്. സോ ചൈന വൻമതിൽ എങ്ങനെ കാണും, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഈ എപ്പിസോഡിലൂടെ പറയാം. ചൈന വൻമതിലിന്റെ ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. നമ്മള് പുതിയൊരുടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവരുടെ ബീജിങ്ങിലാണ്. നമുക്ക് ഗ്രേറ്റ് വാളിലേക്ക് പോകണം. അൺഫോർച്ചുനേറ്റ്ലി വെരി ലേറ്റ്. എംബസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാന് എംബസ് എടുക്കാൻ വേണ്ടി പോവാണ്. ഇറങ്ങി ടാക്സി എല്ലാം ബുക്ക് ചെയ്ത് വന്നപ്പോഴേക്ക് ഇപ്പൊ ഏകദേശം 9:40 25 മിനിറ്റ് അങ്ങോട്ട് ഓടാൻ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേഷനിൽ 10 മണിക്ക് ബസ് പോവുകയും ചെയ്യും. ഇയാളോട് ഒന്ന് സ്പീഡാക്കാൻ പറഞ്ഞിരിക്കണം. പക്ഷെ ഇയാള് ബണ്ണൊക്കെ തിന്നിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. അപ്പോഴാണെങ്കിൽ മൊത്തം സിഗ്നൽസ്. പക്ഷെ മെട്രോ മെട്രോ പിടിക്കാൻ വന്നാൽ എന്താ പ്രശ്നം വെച്ചാൽ മെട്രോ കുറേ നടക്കാണ്ടുള്ളൂ ഇതിലൂടെയൊക്കെ. ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് വേറെ വഴിക്ക് നോക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അതുമല്ല, ഈ ഗ്രേറ്റ് വാൾ ഒരുപാട് ദൂരമാണ്. ഈ സിറ്റീസിൽ നിന്ന് ഒരു 1.5 ഹവറെങ്കിലും യാത്ര ഉണ്ട്. 8 മണിന്റെ ബസ് വരെ 9:30 അവിടെ എത്തായിരുന്നു. 10 മണി വരെ 12 മണിക്ക് അവിടെ എത്താം. പിന്നെ ഒരു 4-5 മണിക്കൂർ എന്തായാലും അവിടെ സ്പെൻഡ് ചെയ്യും. അതായത് ഗ്രേറ്റ് വാൾ എടുക്കുന്ന അന്ന് ആ ഒരു ഡേ മൊത്തം അങ്ങനെ തന്നെ പോകും. ഇതാണ് ദോങ്സിമാൻ ബസ് സ്റ്റേഷന്റെ എക്സിറ്റ് നമ്പർ 1 B1 എന്ന് പറയുന്നത്. നമ്മൾ എത്തിയത് 10:01 ചൈനക്കാർ ഇത്രയും ഫാസ്റ്റ് ആണെന്ന് അറിയില്ല. നമ്മൾ ബുക്ക് ചെയ്യാത്തതുകൊണ്ടാണ് എന്താ, നമ്മൾ ബുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഒരു വെയിറ്റ് ചെയ്തേനെന്ന് തോന്നുന്നത്. ഒന്നാമത് മൊത്തം അടിക്കടിക്ക് സിഗ്നല്. ജസ്റ്റ് ഒരു ഇതിന് ലേറ്റ് ആയി പോയി. കുറച്ച് നേരത്തെ 10-ന്റെ നേരത്തെ ഇറങ്ങി അതിൽ കയറായിരുന്നു. അതിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബസ് ഇൻക്ലൂഡിങ് റിട്ടേൺ 88 ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. സോ ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. നമ്മളാണെങ്കിൽ ഇപ്പൊ പെട്ട് നിൽക്കുക. ഇനിയിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോ എന്നിട്ട് ഒരു ടാക്സി ബുക്ക് ചെയ്തിരിക്കണേ. ആ ടാക്സിക്ക് തന്നെ 130 വൺ സൈഡ് ഇപ്പൊ കാണിക്കുന്നത്. എംബസിന്റെ ആക്ച്വലി വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. ഞാനതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇതിന്റെ അകത്ത് ഞാൻ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി എടുത്തു വരുന്നത്. അല്ലെങ്കിൽ ഈ വിത്ത് ടിക്കറ്റും പിന്നെ എൻട്രി ടിക്കറ്റും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ്സും കൂടി 180 ഉള്ളു, വിച്ച് ഇസ് എ വെരി ഗുഡ് പ്രൈസ് കേട്ടോ. പിന്നെ കേബിൾ കാർ മേലോട്ടും താഴോട്ട് സ്ലൈഡിങ് എടുക്കണമെങ്കിൽ 140. അതും അവിടെ ഓൺ സൈഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. എംബസിന്റെ ഗുണം എന്ന് വെച്ചാൽ അതിലൊരു ഗൈഡ് ഉണ്ടാവും, ഇംഗ്ലീഷിൽ അവർ പറഞ്ഞു. പിന്നെ നമ്മൾ ആ ടിക്കറ്റിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് അതുപോലെ എൻട്രൻസിന്റെ ടിക്കറ്റും കൂടി അവർ എടുത്താൽ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടുന്ന് അവരുടെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഉണ്ടാവും. പിന്നെ അവരുടെ ജസ്റ്റ് ഒരു 60-70 യുവാൻ കൂട്ടി കഴിഞ്ഞാൽ ലഞ്ച് ഇറങ്ങാൻ കിട്ടുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതും ഒരു നല്ല ഓപ്ഷൻ ആയിരുന്നു കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അതായത് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ഞാൻ ബസ് കാണിച്ചുതരാം. നോർമൽ ഡേ ഒറ്റക്കാണ് വരുന്നെങ്കിൽ ബസ് എംബസ് നോക്കാം. അതിലും ബഡ്ജറ്റാണ്. നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ 916 എക്സ്പ്രസ് എടുത്തിട്ട് ഹൈ ബ്രിഡ്ജിലെത്തും. അവിടുന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു 10-20 രൂപ ടാക്സി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മറ്റേ എൻട്രൻസിലെത്താം. പിന്നെ 2 എൻട്രൻസ് ഉണ്ട്. ബദാലിംഗ് ഉണ്ട്, മുത്താന്യ ഉണ്ട്. ഞാൻ പോകുന്ന മുത്താന്യയിലേക്കാണ്. കാരണം മുത്താന്യ ആണ് കുറച്ച് ക്രൗഡ് കുറവുള്ളതാണ്. കണ്ടുള്ള പഴയ സ്ട്രക്ചർ ശരിക്കും മുത്താന്യാണ്. ബദാലിംഗ് പിന്നെ അങ്ങോട്ടേക്ക് ഗ്രാജുവലി ഉണ്ടാക്കിയെടുത്ത സ്ഥലം തന്നെയാണ്. പിന്നെ ഗ്രൂപ്പ് ടൂർസ് ഉണ്ട് ഇഷ്ടംപോലെ. നിങ്ങളിപ്പോ ഒരു ഫാമിലിയൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ ബെറ്റർ അങ്ങനത്തെ ബസ് ടൂർസ് എടുക്കുന്നതാണ്. ഞങ്ങളെ ഹോട്ടൽസിനോട് സംസാരിച്ച് ചിലപ്പോൾ ഹോട്ടൽസ് തന്നെ അറേഞ്ച് ചെയ്ത് തരും. അവർക്ക് തന്നെ കണക്ഷൻ ഉണ്ടാവും. അവരോട് ഒന്ന് പിക്ക് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് പോയിന്റിൽ കയറി അവരോട് കയറാം. ഞാൻ സാധാരണ എല്ലാവർക്കും ഗ്രൂപ്പ് ടൂർ എടുക്കുന്നത്. സംഭവം ഇവിടെ ഞാനത് ചെയ്തില്ല. ഓൾമോസ്റ്റ് ആ വില്ലേജിലേക്ക് ആ ഏരിയയിലേക്ക് എൻ്റർ ആയെന്ന് തോന്നുന്നുണ്ട്. ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതിനിടയിൽ നമ്മളിപ്പോ 2 ടോൾ ഗേറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ആപ്പ് ഒക്കെ തുറന്ന് നോക്കിയാൽ എത്ര കോസ്റ്റ് എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോ കുറെ ബസ്സുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം. പിന്നെ അതുപോലെ നേരത്തെ ഞാൻ കാണിച്ചു തന്നിരുന്ന H23 ബസ്സുണ്ട്, അത് വേറെ വരുന്നുണ്ട്. ടൈമിങ്സിനെ കുറിച്ച് എനിക്ക് അല്ലാണ്ടില്ല. മോസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഞാൻ പറഞ്ഞത് ഈ ഗ്രൂപ്പ് ടൂർസ് എടുക്കുന്നതാണ്. പ്രൈസസ് ആർ റീസണബിൾ, ലഞ്ച് കൂടി ഇൻക്ലൂഡഡ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണമുള്ളത്. എനിക്ക് നിങ്ങളുടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ എത്താറായെന്ന് തോന്നുന്നു. അയ്യോ യെസ്. അപ്പൊ ആസ് ഐ എക്സ്പെക്ടഡ് 194 പോയി. അതായത് 2 ഹൈവേ ടോളും പാർക്കിംഗ് ഫീ ആണ്. ഹൈവേ ഒന്നേ കിട്ടുള്ളൂ, പാർക്കിംഗ് ഫീ വാട്ട് എവർ ഇറ്റ് ഇസ് ഇറ്റ്സ് ഫൈൻ. 165 ആണ് നമുക്ക് വന്ന കോസ്റ്റ് കേട്ടോ. പക്ഷെ ഇവിടെ കിയോസ്ക് മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമുക്ക് ബുക്ക് ചെയ്യാം. ഇതിന്റെ അത് കണ്ടോ, നമ്മൾ ടിക്കറ്റും ഷട്ടിൽ ബസ്സും
പിന്നെ കേബിൾ കാർ റൗണ്ട് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കേബിൾ കാറും തിരിച്ചിങ്ങോട്ട് ടൊബഗനും എടുക്കുന്ന സാധനത്തിന് 200 യുവാനാണ് കേട്ടോ വരാ. ഞാൻ ഇന്നലെ 45 ടിക്കറ്റ് ഓൾറെഡി എൻട്രൻസ് മാത്രമാണ് എടുത്തത്. 15 ഇവിടുത്തെ ഷട്ടിൽ ബസ്സിന്, പിന്നെ 140 ടിക്കറ്റ് ആണ് കേബിൾ കാർ ഓർ ചെയർ കാർ യൂസ് ചെയ്ത് തിരിച്ച് ടൊബഗണിന് വരുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ് അതിന് വരുന്നത് 200 സോ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ 200 ആണ് നമുക്ക് പേ ചെയ്യേണ്ടി വരിക ടോട്ടൽ കേട്ടോ. ഇത് കണ്ടോ, ടിക്കറ്റിന് മാത്രം 60 പിന്നെ ഷട്ടിൽ ബസ്സിന് 40 കാണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. 200 ഈ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി കിട്ടും. ഷട്ടിൽ ബസ്സിന് 15 സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഒക്കെ ഒരേ പ്രൈസ് തന്നെയാണ്. ഈ സാധനത്തിന് 140 വരും. അതിൽ നിങ്ങൾക്ക് കേബിൾ കാർ യൂസ് ചെയ്യുക, ചെയർ കാർ യൂസ് ചെയ്യുക. ചെയർ കാർ ആകുമ്പോൾ അപ് ടു 5th ഫ്ലോറേ പോകുള്ളൂ, മറ്റേതാകുമ്പോൾ 14th വരെ പോകും കേബിൾ കാർ. ഓക്കെ, പിന്നെ തിരിച്ചും കൂടെ എല്ലാവരും ടൊബഗണായിരിക്കും യൂസ് ചെയ്യുക, കാരണം ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സ്ലൈഡ് ചെയ്ത് തിരിച്ചു വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേബിൾ കാറിൽ തന്നെ തിരിച്ചു വരാം. അത്ര സ്പീഡിലൊന്നും പോകേണ്ട പേടിയുള്ള ആളുകൾക്കാണെങ്കിൽ. സോ ലാംഗ്വേജ് ഇട്ടിട്ട് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മള് ഷട്ടിൽ ബസ്സിലേക്ക് പോവാൻ കേട്ടോ. അപ്പൊ താനിയോ അതിന്റെ എൻട്രൻസ് ആണിത്. പഠിച്ചോണ മഴ പെയ്യാതിരിക്കണേ. ഏതാ കുടുങ്ങി കയറി നിൽക്കാനും ഇല്ല, പിന്നെ ജാക്കറ്റും ഇല്ല, വൈറ്റ് പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് വന്നത്. അപ്പം എന്താവെന്ന് അറിയില്ല. Hi. Your name? My name is Bruce. Bruce. Nice to meet you. Nice to meet you. സോ എനിക്ക് വന്ന ടിക്കറ്റ്സ് ഇതാണ്. എൻ്റെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് 140 ടിക്കറ്റാണ് കാണിച്ചു തന്നിട്ടുള്ളത്. സോ ഷട്ടിൽ ബസ് ചിലപ്പോൾ നമുക്ക് അറിയാൻ കയറ്റി തരുമായിരിക്കും. ഷട്ടിൽ ബസ് യു ഗോയിങ് ടു ഷട്ടിൽ ബസ്? Yeah. This way. ഇവിടെ ബർഗർ കിങ് ഉണ്ട്. പക്ഷെ നോട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് ഉണ്ടാവുള്ളൂ, മേലോട്ടൊന്നും കയറിയപ്പോൾ ഫുഡ് ഉണ്ടാവില്ല. സോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ കരീസം വാട്ടർ. ഞാൻ വാട്ടർ മാത്രമേ കയ്യിലെടുത്തുള്ളൂ. ചെറിയൊരു കേക്ക് ഉണ്ട്. ഇറ്റ്സ് ഓക്കെ, നമ്മൾ തിരിച്ചു വന്നിട്ട് കഴിക്കാം നമുക്ക്. ഷട്ടിൽ ബസ്സിന് ടിക്കറ്റ് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. ദിസ് ഇസ് ദ ഷട്ടിൽ ബസ്സസ്. ഞാൻ ഇവിടെ ടിക്കറ്റിനേക്കാൾ ഇമ്പോർട്ടന്റ് യുവർ പാസ്പോർട്ട്. കാരണം പാസ്പോർട്ടാണ് നമ്മുടെ ടിക്കറ്റ്. പാസ്പോർട്ട് കാണിച്ചിട്ടാണ് എല്ലാവരും കയറുന്നത് എല്ലാ സ്ഥലത്തേക്കും. സോ പാസ്പോർട്ട് എപ്പോഴും കയ്യിലുണ്ടാവാം. കീപ് യുവർ പാസ്പോർട്ട് ഓൾവേസ് വിത്ത് യു. പാസ്പോർട്ട് കാണിച്ചു കൊടുത്തേ. ഓക്കെ, നമ്മള് ഷട്ടിൽ ബസ് കയറി നേരെ കേബിൾ കാറിന്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇപ്പം ഈ ഇൻക്ലൂഡിങ് നമുക്ക് 15 അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷട്ടിൽ കിട്ടും കേട്ടോ. ശരിക്കും 8 മണിന്റെ ബസ്സിന് വന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. നിങ്ങൾക്ക് തീർത്ത് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ സമ്മർ പാലസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റുമായിരുന്നു. എനിക്ക് ആ ചാൻസ് ഒന്നും തോന്നുന്നില്ല. ബിക്കോസ് ഐ എം ഓൾറെഡി സ്റ്റാർട്ടിങ് അറ്റ് 12. തിരിച്ചു പോകുമ്പോഴൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങൾ ക്ലോസ് ആയി പോയിട്ടുണ്ടോ. പറ്റിക്കപ്പെട്ടു. അതായത് കേബിൾ കാറിന് സെപ്പറേറ്റ് ടീമും ചെയർ ലിഫ്റ്റിന് സെപ്പറേറ്റ് ടീമാണ്. ഇപ്പൊ കേബിൾ കാറിൽ പോലും കേബിൾ കാറിൽ തിരിച്ചു വരാണ് 140. അതാണ് കൺഫ്യൂഷൻ വന്നത്. കേബിൾ കാർ മാത്രമേ ഉള്ളൂ 140. ഓക്കെ, എനിക്കിപ്പോൾ അവർ തന്നിരിക്കുന്ന 140 എന്ന് പറഞ്ഞാൽ ചെയർ ലിഫ്റ്റ് ആണ്. അതായത് ഈ ചെയർ ലിഫ്റ്റിൽ ഇരുന്നോണം. അത് ഞാൻ പറഞ്ഞത് വാച്ച് ടവർ 5 വരെ എങ്ങനെ പോകുള്ളൂ, അതിന് മേലോട്ട് പോകില്ല. അപ്പോൾ ഇതും തിരിച്ച് സ്ലൈഡിങ് എടുക്കുകയാണെങ്കിൽ 140ന്റെ കോംബോ ആണ് ഇത്. അപ്പോൾ കേബിൾ കാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 100 ഇവിടുന്ന് അങ്ങോട്ട് എടുക്കുക. സിംഗിൾ എടുക്കുകയാണെങ്കിൽ 100 കൊടുക്കണം. 2 സൈഡ് ആണെങ്കിൽ 140. എന്നിട്ട് ഇത് 100ഉം തിരിച്ച് സ്ലൈഡിങ്ങിന് 100ഉം 200 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കേബിൾ കാറിൽ പോയിട്ട് സ്ലൈഡിങ് തിരിച്ചു വരാം. ഇനി അതല്ലെങ്കിൽ 140 എടുക്കുകയാണെങ്കിൽ ഈ ചെയർ ലിഫ്റ്റിൽ പോയിട്ട് സ്ലൈഡിങ് തിരിച്ചു വരാം. ഇതാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ ഞാൻ അവനോട് മലയാളത്തിൽ ഇംഗ്ലീഷിൽ തന്നെ അവനോട് ഞാൻ പറഞ്ഞു കൊടുത്താണ് എനിക്ക് കേബിൾ കാറിന് തിരിച്ചിതാ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു കോംബോ ഇല്ല എന്നാണ് ഇവിടുന്ന് വരുന്നത്. ഇതാണ് വേറെ സ്ഥലം. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു സംഭവമില്ല. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് കേബിൾ കാർ എടുത്തു പോകാം, എന്നിട്ട് താഴെ പോയിട്ട് റീഫണ്ട് അയക്കുമെന്ന് പറയുന്നത്. ഇനി താഴെ എത്തുമ്പോൾ ആ ചെക്കൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോയോ റീഫണ്ട് കിട്ടുമോ എന്താണെന്നുള്ളത് അറിയില്ല. സോ ഞാൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയർ ലിഫ്റ്റിൽ തന്നെ പോകാമെന്ന് വിചാരിക്കുന്നത്. ക്ലൈമറ്റ് ഈസ് ഗുഡ്, ബട്ട് ഒരുപാട് നടക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. കിലോമീറ്റേഴ്സ് വരും. എസ്പെഷ്യലി ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കേബിൾ കാറിൽ ഇറങ്ങി മേലെ 14th ഇറങ്ങിയിട്ട് താഴെ 5ലേക്ക് നടന്ന 5 ഇങ്ങോട്ടേക്ക് നമുക്ക് ഇതുവഴി വന്നാൽ മതിയായിരുന്നു. ടോപ്പഗനായിട്ട് ഇതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. ഇതാണ് കേബിൾ കാറിന്റെ എൻട്രൻസ്. ഇപ്പൊ കണ്ടോ, കേബിൾ കാർ സ്ലൈഡ് റിട്ടേൺ ടിക്കറ്റിനാണ് 140 ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കേബിൾ കാർ 1 വേ ആണെങ്കിൽ 100, സ്ലൈഡ് 1 വേ ആണെങ്കിൽ 100, 200 ആവും. അതായിരുന്നു ഉദ്ദേശിച്ചത്. അതായത് കേബിൾ കാറിൽ അങ്ങോട്ട് പോകാനും തിരിച്ച് സൈഡ് വരാനായിരുന്നു. കാരണം ഈ ഡിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണ്. പക്ഷെ ഇവിടത്തെ പോയി പറഞ്ഞു ഇവിടുന്ന് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, താഴെ പോയി റീഫണ്ട് ചെയ്തെന്ന് പറഞ്ഞു. താഴെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ടിൽ ബസ് കയറി വീണ്ടും താഴോട്ട് പോകണം. ആകെ പണിയാവും. അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് പോലെ ആയി. ഞാൻ അവിടെ 14th എത്താം. 14th നടന്നൊരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ നടന്ന് 23 പോകാന്നായിരുന്നു വിചാരിച്ച്. നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് ചെയർ ലിഫ്റ്റ് വെറും 6 ടവറിലാണെങ്കിൽ മറ്റത് 14th ടവറിലാണ്.
The best view is at 23 tower. ആണ് സ്ലൈഡ് വേല ആൾക്കാർ തിരിച്ചു വരുന്ന കണ്ടോ. ഇങ്ങനാണ് സ്ലൈഡ് വേല തിരിച്ചു വരാട്ടോ. എല്ലാവർക്കും ഇതാ വേണ്ടത് സ്ലൈഡ് വേല തിരിച്ചു വരണം. എവിടെ പോയാലും നമുക്ക് ഗ്രേറ്റ് വാൾ കാണാം. ഗ്രേറ്റ് വാൾ ഈസ് ഗ്രേറ്റ് വാൾ, നെവർ മൈൻഡ്. എവിടെ പോയാലും ഈ കാടും ഈ വ്യൂ തന്നെ കാണാമല്ലോ. ഗ്രേറ്റ് വാൾ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ എത്തി എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. മാഷാഅല്ലാ, ദിസ് ഈസ് ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അങ്ങനെ താജ്മഹൽ ജോർദാനിലെ പെട്രാണ്. ഇന്ത്യയിലെ താജ്മഹലും കഴിഞ്ഞു. വേൾഡ് വണ്ടേഴ്സിൽ എൻ്റെ മൂന്നാമത് ചൈന 9. വെൽക്കം ടു ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. നമ്മളൊരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. കാരണം ഇവിടെ ഒക്കെ ഭയങ്കര ക്യൂ ആണ്. ഈ കണ്ട ആൾക്കാർ മുഴുവൻ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു അബദ്ധം നമുക്ക് മനസ്സിലായില്ലേ. അതായത് നമുക്ക് ഈ 6 ടവർ എന്നാണ് ശരിക്കും സ്ലൈഡ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ കേബിൾ കാറിലൊപ്പം പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇറങ്ങിയാൽ മതി. ഇറങ്ങി വന്നിട്ട് ഇവിടുന്ന് സ്ലൈഡ് ചെയ്തായിട്ട് മതി. മച്ച് ഈസിയർ വേ. അതാണ് മക്കളെ കാണുന്നത്. ഇതിപ്പോ നമ്മള് ഒന്നിറങ്ങിയത് 6th കേട്ടോ. ഈ 6th അങ്ങോട്ട് പോയാൽ 1, 2, 3, 4 ഇങ്ങനെ വാച്ച് ടവർ മുതൽ 23 വാച്ച് ടവർ ഉണ്ട്. അരുണോ വെർ ഇസ് ദ എൻഡ്. അങ്ങനെ കാണാൻ പറ്റില്ല. കുറെ ആൾക്കാർ അവിടെ ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടാണ് വരുന്നതെങ്കിൽ ബെസ്റ്റ് നേരെ കയറിയ ടവർ 1 അവിടെ വരെ പോയാൽ മതി. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ ഗ്രേറ്റ് വാൾ കണ്ടു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഒക്കെ പറയില്ല, എല്ലാം ഒരേപോലത്തെ വ്യൂ ആണ്. ചൈന 9 ഉണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ പരന്നു കിടക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെയാണ് വാച്ച് ടവേഴ്സ്. ഞാൻ ജസ്റ്റ് വാച്ച് ടവറിനുള്ളിൽ കാണിച്ചത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് കണ്ടത് കോട്ട ആക്കുന്നതാണ്. ഇവിടുന്ന് ഇങ്ങനെ ഏതെങ്കിലും ശത്രുക്കൾ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടോ നോക്കിയിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് അറകളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കോട്ട, ഇതൊരു കോട്ട മതിൽ പോലെയാണ് കാത്തെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു മതിൽ മാത്രമല്ല, കുറെ വാച്ച് ടവേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത്. വാച്ച് ടവേഴ്സ് ഇങ്ങനെ നിങ്ങൾക്ക് കുറെ എണ്ണത്തിൽ ഇങ്ങനെ കാണാം. പിന്നെ ഇതിന്റെ അകത്ത് അവരുടെ വിൻഡോസ് കാര്യങ്ങൾ, അതുപോലെ മറ്റേ ആയുധങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഒരിക്കലും ഒരു ഓവർനൈറ്റ് ഉണ്ടാക്കിയൊന്നല്ല. ഞാൻ പറഞ്ഞു 2000 വർഷം എടുത്ത് ഉണ്ടാക്കിയതാണ്. സോ ഒരു എന്താ പറയുക, കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പറഞ്ഞാൽ ഒന്ന് റഷ്യൻ ബോർഡർ മുതൽ മംഗോളിയൻ ബോർഡർ വരെ ഉണ്ട്. അത്രയും നീളത്തിൽ, അതായത് 21,196 കിലോമീറ്റർ എന്ന് പറഞ്ഞാല് ഒരു ദിവസം ഒരു മനുഷ്യൻ ശരാശരി 40 കിലോമീറ്റർ വെച്ച് നടന്നാൽ പോലും 20 മാസങ്ങൾ വേണമെന്നാണ് പറയുന്നത്. അതായത് 1.5 കൊല്ലം, ഒരു കൊല്ലം 8 മാസം വേണം പോലും ഇത് മൊത്തം നടന്നു നോക്കാൻ. പിന്നെ അവിടെ ഷോപ്പിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടോ. 60 മീറ്റർ കഴിഞ്ഞൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ട്. പറഞ്ഞിട്ട് റെസ്റ്റ് റൂം ഉണ്ട്. പിന്നെ പാസേജ് ഡൗൺ. പിന്നെ ഇതിനൊക്കെ ഓരോ കോട്ടക്ക് ഓരോ പേരുണ്ട്. അത് വെച്ചിട്ടാണ് ഉള്ളത്. വി ആർ ഹിയർ. ഓക്കെ, നമ്മൾ വാച്ച് നമ്പർ 6 ഇറങ്ങി. ഓക്കെ, 6 7 8. ഞാനിപ്പോൾ 7 ഇനി ഇങ്ങനെ പോയാൽ ഹോൾ ദ വേ പോയാൽ 23 എത്താണ്ടാണെങ്കിൽ നമുക്ക് നല്ല തണുത്ത കാറ്റ് കിട്ടും. മൊത്തത്തില് അടിപൊളി ബ്രീസാണ്. പിന്നെ എന്ത് നല്ല കാര്യം ചോദിച്ചാൽ ഇവിടെ ഒരു കിയോസ്ക് ഷോപ്പൊന്നും അമ്മമാരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വൃത്തിയില്ല. പിന്നെ അതുമല്ല എല്ലാവരും ഏർലി മോർണിംഗ് കയറിയ ആൾക്കാരെ ക്രൗഡ് പേടിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പൊ എല്ലാവരും തിരിച്ചറിഞ്ഞ് തുടങ്ങി. സോ ഒരു കണക്കിന് നമുക്ക് നല്ലതാ. നമ്മള് 3 മണി 4 മണി വരെ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നല്ല പോയാൽ മതി. മെയിനായിട്ട് അത്രയും ഹവേഴ്സുകൾ എടുക്കുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ നടന്നും കയറിയും കാണുന്നതുകൊണ്ടാണ് പിന്നെ കൂടുതൽ സമയം എടുക്കുന്നത്. ഇതാണ് ഓരോ വാച്ച് ടവേഴ്സ് കേട്ടോ. സോ വാച്ച് ടവേഴ്സിനുള്ളിലൂടെയാണ് വരാം. ഞാനിപ്പോൾ നേരത്തെ കാണിച്ചെന്ന പോലെ മേലെ കയറാം. ഓരോ വാച്ച് ടവേഴ്സിന് മേലെ കയറിയാൽ നല്ല നല്ല വ്യൂസ് അവിടെ നിന്ന് കാണാൻ പറ്റും. അല്ല, ഇതാണ് ഇതിന് മേലെ കയറാൻ കാണുന്ന വ്യൂ. ഭയങ്കര കാറ്റ് കേട്ടോ. കാറ്റെന്നെല്ലാം പറഞ്ഞാൽ നമ്മളിവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പറന്നു പോകാം. ഇതിന്റെ ഒരു മിത്തുണ്ട്. അതായത് ചന്ദ്രൻ നോക്കിയാൽ ഇത് കാണാമായിരുന്നു പണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ചൈന 9 ചന്ദ്രൻ നോക്കി കഴിഞ്ഞാൽ, കാരണം ഇതിന്റെ നീളം കൊണ്ട് അങ്ങനെ ചോദിച്ചത്. പക്ഷെ സത്യത്തിൽ അതൊരു മിത്തായിരുന്നു. അതായത് ചന്ദ്രനിലെ ആൾക്കാർ പോയി തുടങ്ങിയപ്പോഴാണ് അത് പറഞ്ഞത് ചന്ദ്രൻ ഇത് കാണാൻ പറ്റില്ല, കാരണം ഇതിന്റെ വീതി കുറവാണ്. ഓക്കെ, വീതി കുറവായതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഡയറക്റ്റ് നോക്കിയാൽ കാണുന്ന ആകെ ലോകത്തിൽ ഒരേ ഒരു സാധനം ഇതായിരുന്നു എന്നൊക്കെ ആയിരുന്നു വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഒരു മിത്തുണ്ട്. ഇവിടെ ആക്ച്വലി നോട്ട്. അതിന് വീതി കുറവായതുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. അത് നീളം ഉണ്ടെന്നേ ഉള്ളൂ. മീൻസ് വീതി ഭയങ്കര ഒരു വീതിയുള്ള സ്ഥലം എന്ന് പറയാൻ പറ്റില്ല. ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഉണ്ടോ, അത് കരിങ്കല്ലുണ്ട്, സ്റ്റിക് ഹോൾസ് ഉണ്ട്, ബ്രിക്സ് ഉണ്ട്. അങ്ങോട്ട് പണ്ടത്തെ ഒരു ഇത് പറയുന്ന ഒരു റൈസ് ഫ്ലവർ ഉണ്ട്. അതായത് നമ്മളെ പൊടിയില്ല, അത് എന്താ പറയുക, നമ്മളെ റൈസ്, അതിന്റെ ഫ്ലേവർ വെച്ചാണ് പണ്ട് ഈ വാള് പണിതെന്നും പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഡിഫെൻസീവ് സ്ട്രക്ചറാണ്. അതായത് ഇവരുടെ ഒരു സമയത്ത് ചൈനീസ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആ സമയത്ത് ഉണ്ടാക്കിയ ഒരു ഡിഫെൻസീവ് വാളാണ്. ഇപ്പം ഈ ഒരു എന്താ പറയുക, നോർത്തേൺ ചൈനയാണ് മൊത്തം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവർ ഇത്ര ലെങ്ത്തിൽ ഉണ്ടാക്കി. അതായത് ഈ സൈഡ് പോയാൽ ശരിക്കും മംഗോളിയാണെന്ന് പറഞ്ഞത്. അറൗണ്ട് 700 കിലോമീറ്റേഴ്സ് അപ്പുറത്താണ് ബോർഡർ വരുന്നത്. ബട്ട് ആക്ച്വലി ഇത് കൺട്രി വൈസ് എനിക്ക് തോന്നുന്നത് ഇത് മംഗോളിയ ആണെന്നും പറയുന്നുണ്ട്.
അതാണ് ഞങ്ങള് ഗ്ലാസിനെ കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്സ്. ഇത് ആക്ച്വലി പൊളിഞ്ഞാലുണ്ടോ, അതായത് മിങ് ഡൈനാസ്റ്റിയിലാണ് ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പൊ മിങ് ഡൈനാസ്റ്റി ഏറിയയില് കാണാൻ പറ്റുന്ന വളരെ ഫ്യൂ സ്റ്റെപ്സിൽ ഒന്നാണ് കേട്ടോ അത്. പ്രോപ്പർ ഗ്ലാസ് തന്നെ, നമുക്ക് എത്ര ആൾ കയറിയിട്ട് ഒരു പ്രശ്നമില്ല. ചില സ്ഥലത്ത് മാത്രം ഒരു പൊട്ടിപ്പോയി എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ദിസ് ഇസ് ഗുഡ്. നിങ്ങൾക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഗ്ലാസ് വാക്ക് വേ, കെയർഫുൾ നോട്ട് ടു സ്ലിപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സൂപ്പർ വ്യൂലെത്തിട്ട അതാണ് നമ്മളെ കേബിൾ കാർ വരുന്ന സ്ഥലം. സോ നമ്മൾ നടന്ന് ഇവിടെ വരെ കയറിട്ടോ. കേബിൾ കാർ റൗണ്ടിലേക്ക് ഇനി വെറും 110 മീറ്ററും കൂടെ ഉള്ളൂ. സോ ഐ എം റൈറ്റ് നൗ ഇൻ 14th കേബിൾ കാർ വരുന്നത്. 2 more towers ഉള്ളൂ. ഭയങ്കര വ്യൂ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി നല്ല ഗ്രേറ്റ് വേൾഡ് കിട്ടുന്ന വ്യൂ ഇല്ലേ. നമ്മൾ അവിടുന്ന് കേട്ടോ വന്നത്, കുറേ നടന്നു. സി ബെസ്റ്റ് ഷൂട്ടിംഗ് സ്പോട്ടായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് കേട്ടോ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഓട്ടം സീസണിൽ ആലോചിച്ച് നോക്കി. പക്ഷേ കമ്മിൻ ഓട്ടം സീസണിലേക്ക് കണ്ടുപോകില്ല. ഇതൊക്കെ ആണോ ഉള്ളതാണല്ലോ, എന്തായാലും വ്യൂ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ മൊത്തം പൂക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അമേസിങ്. വാച്ച് ടവർ ഇതാട്ടോ 14 വന്നാൽ മതി. ഇവിടെ നിങ്ങള് കേബിൾ കാറും സുഖാർക്ക് ആണ് ഇരിക്കുന്നത്. അവിടുന്ന് നിർത്തിയിൽ ഇങ്ങോട്ടൊക്കെ ഇവിടെ ഇറങ്ങിയാലും സോ ബ്യൂട്ടിഫുൾ കേട്ടോ. ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടാ കയറി ടോപ്പിലെത്തി 23 വാച്ച് ടവർ. ഇവിടുന്ന് സെയിം ഇപ്പുറത്ത് 2-ലെത്തിയാൽ വാച്ച് ടവർ 1-ലെത്താം. സോ അതൊരു വിഷയമുള്ള കാര്യമില്ല കേട്ടോ. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ 6th ഇറങ്ങിയാലും വിച്ച് ഈസ് ഫൈൻ, നിങ്ങൾക്ക് 1-ലേക്ക് പോവാം. 6th ഇറങ്ങിയാൽ ഇനി തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ 14th വരെ നടന്നു വരാമെന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് തന്നെ നടന്നു വന്നിട്ട് 1 hour ഒക്കെ ഇവിടെ മേലെത്തും. മാഷാഅല്ലാഹ്, എന്തായാലും ഇതൊക്കെ ഒന്ന് കാണാനായല്ലോ. സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് നിങ്ങള്, എനിക്കല്ലോ പല ആൾക്കാരും ചൈന ഐറ്റിനറിയിൽ തന്നെ ഗ്രേറ്റ് വാൾ കാണാറില്ല. എന്താ അങ്ങനെ അല്ല, ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വേൾഡ് വണ്ടേഴ്സ് ആണ്. ഇതൊക്കെ കാണാതെ അങ്ങനെ പോവാം. ഒരു ദിവസം പോകും, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരൊക്കെ ഉച്ചയാകുമ്പോൾ തന്നെ തിരിച്ചിറങ്ങി. ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ എത്ര ഓളം തിരിച്ചിറങ്ങി. അപ്പൊ അതുപോലെ ഇങ്ങോട്ട് രാവിലെ പുറപ്പെട്ട 7 മണിക്കുള്ള ബസ് എന്തെങ്കിലും കയറിയിട്ട് ഇവിടെ വന്നൊരു 3 മണിക്ക് തിരിച്ച് റൂമിലെത്തിയാൽ പിന്നെ വൈകിട്ട് നിങ്ങൾക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ പോവുകയും ചെയ്യാം. ഇവിടെയും ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്ലൈഡ് വേക്ക് കണ്ടർ, അതാണ് കേട്ടോ സ്ലൈഡ് വേ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റാ. എല്ലാവരും സ്ലൈഡ് വെക്കാം. നേരത്തെ ഞാൻ വരുമ്പോൾ കണ്ടോ ഫുള്ള് ക്യൂവാ. ഉച്ചയ്ക്ക് ശേഷം വന്ന ഒരു ഗുണമുണ്ട്, ആളില്ലേ വൈകുന്നേരം ആകുമ്പോഴേക്ക് നല്ല ഫോട്ടോസും കിട്ടും. പക്ഷെ അവർ 5 മണിക്ക് ക്ലോസ് ആവും. അപ്പോൾ ഗോൾഡൻ സൺസെറ്റ് വരെ ഒന്നും നിൽക്കാൻ പറ്റില്ല. ഒരു 5 മണി വരെ നിൽക്കാൻ പറ്റും. ടിക്കറ്റ് ചെക്ക് ഇൻ ചെയ്തു. മോസ്റ്റ് എക്സൈറ്റിംഗ് പാർട്ട് വന്നു. കുറച്ച് ഡേഞ്ചറാണ് കേട്ടോ. ഇതിങ്ങനെ മുന്നോട്ടായി കൊടുത്താൽ പോവും, ബാക്കോട്ടാക്കിയാൽ പോവും. ഉമ്മരാണ് ബ്രേക്കൊന്നും പിടിക്കാൻ പറ്റത്തില്ല, കാരണം ബാഗുള്ളവരുണ്ട്. ഇവിടുന്ന് അമ്മമാര് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ വേണമെങ്കിൽ വാങ്ങിക്കാന്നുള്ളൂ. പിന്നെ അതാണ് കേട്ടോ സ്ലൈഡ് വേ. സ്ലൈഡ് വേന്ന് ഈ ചേർക്കാറിൽ മേലോട്ട് പോലെ, അതായത് ഇവിടെ നമ്മൾ ചേർക്കാറിൽ മേലോട്ട് പോയത് തിരിച്ചറിയും. എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ടൈം ഉണ്ട് കേട്ടോ. 4:10 ഒരു 5 to 8 minutes എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നാമെന്ന് വെച്ചാൽ ആളില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തി. എൻ്റെ മുമ്പിൽ ഈ പെണ്ണുങ്ങളെ എനിക്ക് കുറച്ചുകൂടി നല്ല വീഡിയോ കിട്ടിയാണ്. കുഴപ്പമൊന്നുമില്ല, ഉള്ള ഞാൻ കൺട്രോൾ ചെയ്തു. ഒറ്റ കൈ കൊണ്ട് സുഖമായിട്ട് ഞാൻ ഇത് എടുത്ത് ഫോണും എടുത്തിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇറ്റ് വാസ് അമേസിങ് മാൻ, ഇറ്റ് വാസ് അമേസിങ്. നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും വളരെ ചെറുതാണ് ഉണ്ടാവില്ല, ഇത് അത്യാവശ്യം നല്ല സ്പീഡിൽ കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. വേ ഔട്ട് അങ്ങനെ എക്സ്പീരിയൻസ് കഴിഞ്ഞു. ഇനി താഴത്തെ ടിക്കറ്റും കൂടി എടുത്തിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് സിറ്റിയിലേക്ക് തിരിച്ചു പോകുന്നതെന്നുള്ള. എൻ്റെ മോനെ, എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി.
അതായത് ഈ ടീം ഉണ്ടല്ലോ, ഈ മൂബസ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻ എൻട്രൻസ് കൂടെ വന്നില്ല, മൂബസ് ഈ മൂബസ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, ഈ ടീമാണ് ബീജിംഗ് ടു മുത്തന്യു അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തന്യുവിലേക്ക് കൊണ്ടുവന്ന ടീം കേട്ടോ. ഇവിടുന്ന് നേരെ പോയാലാണ് നമ്മളെ ഷട്ടിൽ ബസ് എത്തുന്നത്. ഇവർ പ്രൈസ് എത്രയെന്ന് അറിയാം, ആകെ 180 യുവാൻ കൊടുത്തിരുന്നെങ്കിൽ ഇവന്മാരെ നമ്മൾ ബീജിംഗിൽ നിന്ന് ഞാൻ രാവിലെ ഇറങ്ങി ഫസ്റ്റ് മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, മെട്രോ വരെ ഞാൻ കഷ്ടപ്പെട്ട് പോയി, മെട്രോ ഒന്ന് ബസ് മിസ് ആയെന്നറിയില്ല, ഇവർ ബസ് ഫുൾ ആയതുകൊണ്ട് പോകുന്നതാണെന്നുള്ളത്. ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെന്നെ വെയിറ്റ് ചെയ്തേനെ. ഓഫ്കോഴ്സ് നമ്മൾ മിസ്റ്റേക്ക്, നമ്മൾ വാട്സപ്പ് കണക്ട് ചെയ്താൽ മതി, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ വെയിറ്റ് ചെയ്തേനെ. അവിടുന്ന് കൂടി നമ്മൾ 160 കൊടുത്ത് തോന്നില്ലേ, ആകെ 180 കൊടുത്തിരുന്നെങ്കിൽ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് എത്തുകയും ചെയ്ത് എൻട്രി ടിക്കറ്റും അവരെടുത്തു, ഷട്ടിൽ ബസ്സും അവരെടുത്തു, ഇവിടുന്ന് തിരിച്ച് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്തേനെ. 180 യുവാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബെസ്റ്റ്. ഞാൻ മുബസിന് ലിങ്ക് കൊടുക്കാം, എൻ്റെ അഭിപ്രായത്തിൽ മുബസ് എടുത്ത് നിങ്ങളത് ബെറ്റർ. ഇനി ആ 180 നിങ്ങൾ 240 ആക്കി ഇവിടുന്ന് ലഞ്ചും കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട്, ഫുഡ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തെത്താറ് വെറും 40 യുവാന് തിരിച്ച് മാത്രം. ഞാൻ അവരോട് പറഞ്ഞു രാവിലെ ബസ് റിട്ടേൺ മാത്രം ഉണ്ടോ വെച്ചപ്പോൾ ഒരു റിട്ടേൺ ടിക്കറ്റ് തന്നാട്ടോ 40 യുവാന്. ഇതുണ്ടോ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഫുഡും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട്. ബിഗ് മിസ്റ്റേക്ക് മാൻ, ബിഗ് മിസ്റ്റേക്ക്. സാരല്ല, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞില്ല. പക്ഷെ അവരുടെ കേബിൾ കാറൊന്നും ഇൻക്ലൂഡ് അല്ല, കേബിൾ കാറൊക്കെ നമ്മൾ വേറെ തന്നെ പേജാണ്. പഠിച്ച ഇൻഫർമേഷൻ മൂബസ് ഫാമിലി നോക്കുക, 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്യുക, ഡേറ്റ് കൊടുക്കുക. 8 മണിൻ്റെ ബസ് വേണോ 10 മണിൻ്റെ ബസ് വേണോ നോക്കുക. 8 മണിക്ക് വന്നാൽ എനിക്ക് തോന്നുന്നു 3 മണിക്ക് അങ്ങനെ തിരിച്ചു പോകണം. മറ്റവരാണെങ്കിൽ 5 മണിക്ക് പോയാൽ മതി. 6:30 ആകുമ്പോൾ അവിടെ 1.5 മണിക്കൂർ. വിഷീസ് ഓക്കെ മാൻ, ബസ് കിടന്ന് ഉറങ്ങി അങ്ങ് പോയാൽ മതി. ഞാൻ പെട്ടെന്ന് ടൈമില്ലാത്തതുകൊണ്ട് വേഗം ഒരു ബർഗർ കിങ് വാങ്ങി ഓടിയതാണ്. അമ്മ നല്ല ചൂടുണ്ട്, ഇവിടെ വേറെ ഒന്നും കണ്ടില്ല. അതിന് തൊട്ടടുത്ത് ഈ ആൾക്കാരൊക്കെ അങ്ങോട്ട് കയറാതിരിക്കുന്നുണ്ടോ ബസ്സിൽ. അപ്പോൾ നമ്മൾ വേഗം കഴിച്ചിട്ട് കയറിക്കട്ടെ, ഞാൻ സിറ്റിയിലെത്തിയിട്ട് ബാക്കി. സോ ഇപ്പോൾ ഏകദേശം നമ്മൾ 6:40 ആയപ്പോൾ ഇവിടെ എത്തിട്ടാ. 5:10 തുടങ്ങി, ഒരു ഓൾമോസ്റ്റ് കറക്റ്റ് 1.5 hour. വേറെ ട്രാഫിക്കും കാര്യങ്ങളൊന്നും കുടുങ്ങിയില്ല. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ ബസ്സിൽ. ഇനി ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് പിടിക്കട്ടെ. സോ ഗേറ്റ് വേൾഡ് എല്ലാ ഡൗട്ട്സും ക്ലിയർ തീർന്നു. ഇനി നമുക്ക് വൈകിട്ട് പറ്റുമെങ്കിൽ ബീജിംഗ് സിറ്റി നല്ല ലൈറ്റ് പോകുമെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ റെയിൻ അല്ലെങ്കിൽ കാലാവസ്ഥ നോക്കിയിട്ട് അവിടെയും കൂടി ഒന്ന് കവർ ചെയ്യണം. സോ ഗേറ്റ് വേൾഡിനെ കുറിച്ച് അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൂടെ കമന്റ്, അതർവൈസ് കണക്ട് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ലെറ്റ്സ് സീ. സോ ഒരു ലോകാത്ഭുതം കൂടി നമ്മളെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നു. മാഷാ അല്ലാഹ്. നമ്മള് ബീജിങ്ങിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള താറാവ് കഴിക്കാൻ വന്നിട്ടുണ്ടോ. താറാവ് പെക്കിംഗ് റോസ്റ്റാണ്. അപ്പോൾ നമ്മളെ മച്ചാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതുണ്ടോ ഷിയോച്ചൻ എന്ന് പറഞ്ഞിട്ട് എന്താ പത്തിരി എന്തോ ആണ്. അതിലേക്ക് ഓൻ ഈ താറാവ് സ്ലൈസ് ചെയ്ത താറാവില്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇതാ ഓരോ സാധനങ്ങളായിട്ട് വെച്ച് തരുന്നുണ്ട് കേട്ടോ. ഇത് ഫുള്ള് സലാഡ്സ് ആണ്. ഈ സലാഡ്സ് താറാവ് പിന്നെ പത്തിരിയാണ് തോന്നുന്നത്. പറഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് റോൾ ചെയ്ത് തരാമെന്ന് പറയാം. നമുക്ക് എങ്ങനെ കഴിക്കണ്ടെന്നുള്ള സെറ്റപ്പ് അറിയില്ലല്ലോ. അപ്പോൾ അതിന് പറഞ്ഞ് എൻ്റെ വക റോൾ ചെയ്ത് കാണിച്ചു തരാം. ബീജിങ്ങിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് കേട്ടോ അത്. അടിപൊളി സാധനം കേട്ടോ. താറാവ് കഴിക്കുന്ന വന്നേ വേറെന്താ കഴിക്കുന്നവരുണ്ട്. ഞാൻ ആദ്യം താറാവ് കഴിക്കുന്ന കേട്ടോ. സോ സൂപ്പർ നൈസ് സാധനം. ഒരു പ്രാവശ്യം എങ്ങനെ ചെയ്യുന്നു കാണിച്ചു തന്നു. ഇതാണ് ഡക്ക് പെക്കിംഗ് റോസ്റ്റ് എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ഇത് കറക്റ്റ് ഒരു 10 രൂപ പോലത്തെ ഒരു സാധനം കേട്ടോ. ഇതിനകത്ത് കുറേ ഉണ്ടെന്ന് പറഞ്ഞത് സിയോമെൻ അങ്ങനെയാണ് എന്നെ പറഞ്ഞത്. ഞാൻ 2-3 സാധനങ്ങൾ ആഡ് ചെയ്താൽ നിങ്ങൾ അത് വെച്ചിട്ട് നമ്മൾ റോൾ ചെയ്ത് അങ്ങനെ തന്നെ കഴിക്കാം. അടിപൊളി സാധനം കേട്ടോ. ഇതിൻ്റെ ചൂട് പോകാതിരിക്കാൻ നോക്ക്. താഴ്ന്ന് ചൂടുവെള്ളത്തിലാണ് ഇത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ല പാത്രം. ഇത് അടിയിൽ ചൂടുവെള്ളം വെച്ചാൽ മതി, നേരോട്ട് സ്റ്റീം കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ പാത്രം കൂടി ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ എനിക്ക് തോന്നുന്നു യെസ് ഐ തിങ്ക് സോ ദിസ് ഈസ് ഓൾസോ സ്റ്റീം. യെസ് വെള്ളത്തിനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനടിയിൽ നിങ്ങൾ ചൂടുവെള്ളം വരുന്നതാണ്. അപ്പോൾ ഇതിനൊരു ഹീറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ടാട്ടോ. അടിപൊളി സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എത്തും പറഞ്ഞ ഇവിടെ വന്നതെന്ന് വെച്ചാൽ അതിനാണ് ബർഗറൊക്കെ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. കാരണം ഈ സാധനം പത്തി ഇത് അടിപൊളിയായിരിക്കും. ഇതിന് മീറ്റിന് വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എനിക്ക് നല്ല റെസ്റ്റോറൻ്റ് ആവണമാണ്. ക്വാളിറ്റി സെർവിങ്ങും കാര്യങ്ങളും കേട്ടോ. അതിൻ്റെ ഒരു ഗുണം കാണാനുണ്ട്. 78 ഇതിന്റെ ഹാഫിന്റെ പ്രൈസ്. ഫുള്ളിന് അത്ര 158 അങ്ങനെ എന്താ. പിന്നെ ഞാനൊരു കോക്കനട്ട് വാങ്ങില്ല, അതിന് 8 അടക്കം 86 അതായത് ഏകദേശം 42 ദിർഹംസ്. വിച്ച് ഈസ് ഓക്കെ. ഒരാൾക്ക് കഴിക്കാവുന്ന ആവശ്യത്തിനുണ്ടായിരുന്നു. ഹാഫ് മതി, ഫുള്ളൊന്നും ഒറ്റക്ക് ഓർഡർ ചെയ്യണ്ട. സോ നല്ലൊരു റിവ്യൂ ആണ് കേട്ടോ. അടിപൊളി ഫുഡാണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് നമ്മളെ കാണിച്ചു തരാം, മെനുവിൻ്റെ പേരും കാണിച്ചു തരാം. വന്നിട്ട് എന്തായിരുന്നു ട്രൈ ചെയ്യാൻ കേട്ടോ. ഈ റെസ്റ്റോറൻറ്റെല്ലാം വേറെ എവിടുന്ന് ട്രൈ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ബീജിങ്ങിൽ നിന്ന് ഈ സാധനം കഴിക്കാണ്ട് പോകണ്ട കേട്ടോ. അടിപൊളി സാധനം.
ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് നാളെ ബീച്ചിങ്ങിലെ സെക്കൻഡ് ഡേ കാണാം.